ഹലോ ഗുഡ് ഈവനിങ്. ഞാനിന്ന് നമ്മുടെ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ കുറേ പീച്ചിങ്ങ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പീച്ചിങ്ങ തോല് പൊളിച്ചെടുത്തിട്ട് നമ്മൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ചകിരിക്ക് പകരമൊക്കെ നമുക്ക് തേച്ചരച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് 3-4 ഉണക്ക പീച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ തോട് ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് പൊളിച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ പൊളിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ പീച്ചിങ്ങ. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ ഒഴിച്ച് പഴയ ആൾക്കാർക്കൊക്കെ ഈ പീച്ചിങ്ങ നന്നായിട്ട് അറിയാം കേട്ടോ. നമ്മളിപ്പോഴല്ലേ ഈ പ്ലാസ്റ്റിക് സ്ക്രബൊക്കെ തേച്ചരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പണ്ട് നമ്മൾ ചകിരിയും ഇതേപോലെ പീച്ചിങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു കുളിക്കുന്നത്. പീച്ചിങ്ങ ഇങ്ങനെ വള്ളിച്ചെടിയായിട്ടാണ് കേട്ടോ ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു മാവ് നിറയെ പീച്ചിങ്ങ പടർന്ന് കിടപ്പുണ്ടായിരുന്നേ. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് വള്ളിയെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേനും വീണ്ടും നിറയെ കായൊക്കെ പിടിച്ച് വരുമേ. പൊട്ട് കായായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറിച്ച് പീച്ചിങ്ങ തോരൻ വെക്കാൻ പറ്റും കേട്ടോ. ചില കടകളിലൊക്കെ ഈ ഉണക്ക പീച്ചിങ്ങ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്കറ്റിലാക്കി തൂക്കിയിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു പീച്ചിങ്ങയ്ക്ക് 15-20 രൂപയൊക്കെയാണ്. നമ്മളിവിടെ എല്ലാ വർഷവും തോരൻ വെച്ചിട്ട് മിച്ചം വരുന്ന പീച്ചിങ്ങയൊക്കെ ഇങ്ങനെ ഉണക്കിയെടുക്കാറുണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ കല്ലേ തട്ടുന്നത് ഇതിനകത്തുള്ള വിത്തുകളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനകത്തിൽ ചെറിയ കറുപ്പ് നിറത്തിലുള്ള കുറേയധികം വിത്തുകളുണ്ട്. അപ്പം നമുക്കിങ്ങനെ കല്ലേ തട്ടി ഇതിനകത്തുള്ള വിത്തുകളെല്ലാം എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ഉണക്കപ്പീച്ചിങ്ങയൊക്കെ പറക്കി വീട്ടിൽ വന്നപ്പോഴത്തേനും അമ്മയും ചേച്ചിയും കൂടെ ചെറുചേമ്പിൻ്റെ താളുകറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമായിരുന്നേ. അഴിഞ്ഞുപോയ താളൊക്കെ നമ്മൾ തിരിതെറുക്കുന്ന പോലെ ഇങ്ങനെ തെറുത്തിട്ട് കെട്ടിയിടും. താളുകറിയുടെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ സസ്നേഹം, മീരാ കൃഷ്ണൻ.